My name is Matthew Stephen, practicing chartered accountant in UK, qualified from the Institute of Chartered Accountant in England and Wales. എങ്ങനെയാണ് തെറ്റായ ടാക്സ് കോഡ് കറക്റ്റ് ചെയ്യുന്നത്? നിങ്ങളുടെ ടാക്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ടാക്സ് കോഡിൻ്റെ അടിസ്ഥാനത്തിലാണ്. തെറ്റായ ടാക്സ് കോഡാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ടാക്സ് എമൗണ്ടും ഡിഫറൻ്റ് ആയിരിക്കും. ടാക്സ് കോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ സാലറി പ്രോസസ്സ് ചെയ്യുമ്പോൾ എംപ്ലോയർക്ക് ടാക്സ് കോഡ് പ്രകാരം എത്രമാത്രം ടാക്സ് ഫ്രീ അലവൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഈ ടാക്സ് ഫ്രീ അലവൻസ് എംപ്ലോയർ മനസ്സിലാക്കുന്നത് നിങ്ങൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ജോബ് എക്സ്പെൻസും പെൻഷൻ, മറ്റ് ബാങ്ക് ഇൻട്രസ്റ്റ്, ഈ രീതിയിലാണ് ടാക്സ് കോഡിനെ കണക്കാക്കുന്നത്. നിങ്ങൾ ഒന്നിലധികം ജോലികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ടാക്സ് റേറ്റ് മാറുകയും ടാക്സ് കോഡ് ചേഞ്ച് ചെയ്യുകയും ചെയ്യുന്നു. സാധാരണ രീതിയിൽ HMRCയുടെ ആനുവൽ ഓട്ടോമാറ്റിക് സിസ്റ്റം പ്രകാരം നിങ്ങൾക്ക് ഓഗസ്റ്റ് സെപ്റ്റംബറിൽ ടാക്സ് കോഡ് മാറി എന്നുള്ള ലെറ്റർ കിട്ടുകയും അതിൽ ചെക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ തെറ്റായ ഇൻഫർമേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡയറക്റ്റ് HMRCയെ കോൺടാക്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ HMRC ഓൺലൈൻ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിലൂടെ ചേഞ്ചസ് വരുത്തുക. അതുമല്ലെങ്കിൽ HMRCക്ക് ലെറ്റർ എഴുതുക. ഇങ്ങനെ നിങ്ങളുടെ ടാക്സ് കോഡ് കറക്റ്റ് ചെയ്യുന്നത് വഴി നിങ്ങൾ കറക്റ്റ് ടാക്സ് കൊടുക്കുകയും തെറ്റായിട്ടുള്ള ടാക്സ് ഇൻഫർമേഷൻ HMRC റെക്കോർഡിൽ നിന്ന് നിങ്ങൾക്ക് മാറ്റുവാൻ സാധിക്കും. പലപ്പോഴും ഓട്ടോമാറ്റിക്കായിട്ട് അയക്കുന്ന ലെറ്ററുകളിൽ തെറ്റുവരികയും അത് കറക്റ്റായിട്ട് നിങ്ങൾ ഇൻഫോം ചെയ്യുകയോ ഓൺലൈനിലൂടെ അറിയിക്കുന്ന വഴി നിങ്ങൾ കറക്റ്റ് ടാക്സ് കോഡ് ഉപയോഗിക്കുകയും ഇങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ പലപ്പോഴും ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് ടാക്സ് കൊടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ട റീഫണ്ട് താമസിച്ച് കിട്ടുകയും ചെയ്യുന്നു. ടാക്സ് കോഡ് കറക്റ്റ് ചെയ്യുന്നത് വഴി ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് റീഫണ്ടോ അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് ടാക്സ് കൊടുക്കേണ്ടി വരുന്നില്ല. പലപ്പോഴും ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്ക് ഇങ്ങനെയൊരു ബുദ്ധിമുട്ടില്ല. ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ എല്ലാ റിലീഫുകളും ക്ലെയിമും ജോബ് എക്സ്പെൻസുകളും നിങ്ങൾ ക്ലെയിം ചെയ്ത് അങ്ങനെ കറക്റ്റ് ടാക്സ് കൊടുക്കാൻ സാധിക്കുന്നു. ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാത്ത എംപ്ലോയീസിനാണ് സാധാരണ രീതിയിൽ ടാക്സ് കോഡ് കൊണ്ട് വലിയ ബുദ്ധിമുട്ട് കാണുന്നത്. കാരണം ഇവർ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് വഴി ഇത് കറക്റ്റായി പോകുന്നു. പക്ഷേ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാത്ത സാഹചര്യത്തിൽ ആനുവൽ റിവ്യൂ ലെറ്റർ വരെ നോക്കിയിരിക്കണം. ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാത്ത സാഹചര്യത്തിൽ HMRCയുടെ ആനുവൽ റിവ്യൂ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിൽ ചെക്ക് ചെയ്ത് കറക്റ്റ് ടാക്സ് കോഡാണോ എന്ന് ഉറപ്പിക്കുക. കറക്റ്റ് ടാക്സ് കോഡ് അല്ല എങ്കിൽ HMRCയെ ഫോൺ വിളിച്ച് തിരുത്തുക. അല്ലെങ്കിൽ ഓൺലൈൻ അക്കൗണ്ട് പ്രകാരം, അതുമല്ലെങ്കിൽ ഡയറക്റ്റ് ലെറ്റർ എഴുതി ടാക്സ് കോഡ് കറക്റ്റ് ചെയ്യണം. ഒക്ടോബർ 18 നോർത്താംപ്ടണിൽ വെച്ച് ഇൻഡോ UK ബിസിനസ് ഷോ നടത്തപ്പെടുന്നു. ഈ ബിസിനസ് ഷോയിൽ പങ്കെടുക്കുന്നത് വഴി നിങ്ങൾക്ക് UK ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുവാനും നിങ്ങളുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുവാനും ഉള്ള അവസരം കിട്ടുന്നതാണ്. UK ബിസിനസ്സിനെ പറ്റി ഇതിനോടകം 600-ലധികം വീഡിയോ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നു. എന്നും ഈവനിങ് UK ബിസിനസ്സിനെ പറ്റി, UK ടാക്സ് പ്ലാനിങ്ങിനെ പറ്റി, UK എംപ്ലോയ്മെൻറ്റ് ടാക്സിനെ പറ്റി ഒരു വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നു.